Let's talk about roles and responsibility of an administrating staff. ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി ഓപ്പറേഷൻസിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് തിങ്, റെസ്പോൺസിബിലിറ്റി ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഉത്തരവാദിത്തം എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. താൻ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലായാലും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റാഫുമായിട്ടും സെക്ഷനുമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലും ഓരോ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതും അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തോടെ ചെയ്യാനാണ്. സോ ഉത്തരവാദിത്തം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ആ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഹോസ്പിറ്റലിൽ സപ്പോർട്ടീവോ അല്ലോ നോൺ മെഡിക്കലോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഡ്യൂട്ടി നിൽക്കുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നെ സംബന്ധിച്ചോളം റെസ്പോൺസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അദ്ദേഹം ഒരു മാതൃകയാകണം. അദ്ദേഹത്തിൻ്റെ കീഴിൽ പലതരത്തിലുള്ള അസിസ്റ്റൻറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി എ റെസ്പോൺസിബിൾ പേഴ്സൺ. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് തിങ് ഇറ്റ്സ് ചെക്ക് ദ മെയിൽ ആൻഡ് റെസ്പോണ്ട് ദ മെയിൽ. സോ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഒഫീഷ്യലും അൺഒഫീഷ്യലായിട്ടുള്ള പലതരത്തിലുള്ള മെയിലുകൾ നമ്മൾ റിസീവ് ചെയ്യും. നമ്മുടെ സൈറ്റിൽ ത്രൂ പല എൻക്വയറീസും അതേപോലെ ഹോസ്പിറ്റലിന് പ്രൊഫൈലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ത്രൂ അയക്കും. മെയിൽ അഡ്മിനിസ്ട്രേഷൻ വഴിയുള്ള മെയിലാണ് ഒഫീഷ്യലായിട്ട് അയക്കുക. സോ ഈ മെയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നമ്മൾ മോർണിംഗ് സെക്ഷനാണോ ഇല്ലേ നിങ്ങൾ ഈവനിങ് സെക്ഷനാണോ നൈറ്റ് സെക്ഷനാണോ ഏത് ടൈമാണ് നിങ്ങൾ ഡ്യൂട്ടിയിൽ ചെയ്യുന്നത് വന്ന ശേഷം കൃത്യമായിട്ട് ആ മെയിലിനൊക്കെ ചെക്ക് ചെയ്യുക. അതിനാവശ്യമായ റെസ്പോൺസ് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലത് നമുക്ക് സ്പോണ്ടേനിയസ്ലായിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോണ്ടിങ് മെയിൽ ഉണ്ടായിരിക്കാം. ഒരു ടൈപ്പിംഗ് ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ആവശ്യപ്പെട്ടത്, പേഷ്യൻസ് ആയിരിക്കാം, വിസിറ്റേഴ്സ് ആയിരിക്കാം, ക്ലയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതേ കമ്പനികളിലെ ഒഫീഷ്യൽസ് ആയിരിക്കാം. സോ അവരെന്താണോ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് രീതിയിൽ ഒരു ഇമ്മീഡിയറ്റ്ലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുക. ദ സെക്കൻഡ് തിങ് അറ്റ് അഡീഷണൽ, അതായത് അദ്ദേഹം മെയിൽ ആവശ്യപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടില്ലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഹയർ അതോറിറ്റീൻ്റെ അപ്രൂവൽ കാര്യങ്ങൾക്ക് വേണ്ടി വരും. നമുക്ക് ഒറ്റയ്ക്കൊരു ഡിസിഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യങ്ങൾ വന്നാൽ ഹയർ അതോറിറ്റിയായിട്ട് അപ്രൂവൽ ചെയ്തതിനു ശേഷം ടോപ്പ് മാനേജ്മെൻറ്റായി സംസാരിച്ചതിന് ശേഷം മാത്രം ആ മെയിൽ കാര്യങ്ങൾ ചെയ്യുക. സോ അതാണ് ഫസ്റ്റ്. സെക്കൻഡ് പോയിന്റ് നമ്മൾ കരുതേണ്ടത് റെസ്പോണ്ട് ദ മെയിൽ. മെയിൽ രണ്ട് ഭാഗമായിട്ട് നിൽക്കും. നമ്മൾ സ്പോട്ടേനെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കാൻ പറ്റുന്ന മെയിലുകൾ ഉണ്ടാകാം. അതോറിറ്റി ആയിട്ട് അപ്രൂവൽ ചെയ്തതിന് ശേഷം മെയിൽ കൊടുക്കാം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. മൂന്നാമത്തെ പോയിന്റായി നമ്മൾ പ്രത്യേകം ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഓഫീസ് HR ഓർ ഹോസ്പിറ്റൽ റിലേറ്റഡ് ടെംപ്ലേറ്റ്സ് മേക്കുക, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. സോ നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ദിനംപ്രതി പലതരത്തിലുള്ള ഫോംസും കാര്യങ്ങളും വേണ്ടി വരും. OP ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓരോ തരത്തിലുള്ള ഫോംസ് വേണ്ടി വരും. അത് ഒഫീഷ്യൽ ഫോംസ് കാര്യങ്ങൾക്ക് വരാം. സോ ഒഫീഷ്യൽ ഫോംസ് കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്തിച്ചു കൊടുക്കുക, അതിനുവേണ്ടി കോപ്പീസും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക, അത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും മെയിൽ ത്രൂ ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കടമ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അപ്പോൾ ഓഫീസ് റിലേറ്റഡ് ടെംപ്ലേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ നിർമ്മിക്കുകയും ആ കൃത്യമായി നിർമ്മിച്ചതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് എന്ന് മേക്ക് ഷുവർ ഉണ്ട് ഒരു നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ജോലിയാണ്. അടുത്ത നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫർ ദി കോൾ ടു ഡിഫറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമുക്കറിയാം, പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. സോ പെട്ടെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഒരു കസ്റ്റമറോ ക്ലയൻറ്റോ ഇല്ലെ പേഷ്യൻറ്റോ കാര്യങ്ങൾക്ക് അവർക്ക് ത്രൂ സംസാരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലായി സംസാരിക്കണം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലോ അവിടെ ആയിരിക്കും നമ്മൾ കോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. സോ അത് ക്ലിയർ ആയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരിതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ക്ലിയറിറ്റി ചെയ്ത് കൊടുക്കണം. ദെൻ അതർ തിങ് ആണ് നമ്മുടെ പ്രൊഫഷണലിസം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് പ്രൊഫഷണലിസം. നമ്മൾ ഒരു ജോലിയിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. സോ നമ്മുടെ ബിഹേവിയർ, നമ്മൾ മറ്റുള്ളവരുള്ള സംസാരം, നമ്മളുടെ ക്യാരക്ടറൈസംസ് എല്ലാം ഒരു പ്രൊഫഷണലിസമാണ്. വെൻ യു ആർ ഓൺ ദ ഡ്യൂട്ടി, നിങ്ങളൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ മഹത്തായ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഇസെൻഷ്യൽ ആയിട്ട് ഫാക്റ്റാണ്. അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യണം. സോ നിങ്ങൾ ഡ്യൂട്ടിയിൽ കയറി ഡ്യൂട്ടിയിൽ നിന്ന് എപ്പോഴാണോ നിങ്ങൾ ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്ന ആ ടൈം ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്.
ദെൻ അതർ തിങ് ആണ് മേക്ക് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് മേക്ക് ഷെഡ്യൂൾ ഫോർ വിസിറ്റേഴ്സ് ആൻഡ് ദ ക്ലയൻറ്റ്സ്. അതായത് നമുക്കറിയാം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാനേജിങ് ഡയറക്ടർ ഓർ CEO, CFO പല ആൾക്കാരെയും പല ആൾക്കും മീറ്റ് ചെയ്യേണ്ടി വരും. സോ ഡയറക്ടർ അവരെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് എപ്പോഴാണോ ടൈം അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള അവർക്ക് അപ്പോയിൻമെൻറ്റും ഷെഡ്യൂളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക. അതും ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെ അവൈലബിലിറ്റി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. അതിനുശേഷം അവർ മീറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരെ എന്ന കൃത്യസമയത്താണ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുക. ആ ടൈം അവൈലബിലിറ്റി കൃത്യം നോക്കിയിട്ട് അതിനുള്ള കോർഡിനേഷൻസും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ടതും ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ അതർ തിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മെയിൻലി റെസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ദെൻ നമുക്കറിയാം ഓരോ ഇഷ്യൂസും പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വരുന്ന ഒരു മേഖലയാണ് അല്ലേ. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ സംബന്ധിച്ചും അവിടെ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ വരും, പലതരത്തിലുള്ള പ്രോബ്ലംസ് വരാം. സോ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ആ കൃത്യമായിട്ട് വന്നാൽ ഒരു പേഷ്യൻസിന് കംപ്ലയിൻ്റ് ഇരിക്കാം, പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സോ അതെല്ലാം മനസ്സിലാക്കി അവരെ കൃത്യമായിട്ട് അവർ പറയുന്ന, കാരണം പല പ്രയാസങ്ങൾ കൊണ്ടാണ് അവർ നമ്മളോട് പല പ്രശ്നങ്ങൾ പറയുന്നത്. ആ പ്രയാസമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം ഇൻ്റർഫെയർ ചെയ്യാതെ അവർ കൃത്യമായിട്ട് അവരെന്താണോ ടോപ്പ് ടു എൻഡ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിന് ശേഷം അതിനുള്ള അവൈലബിലിറ്റി ഉള്ള യു ഹാവ് ടു മേക്ക് എ സോൾവ് ദാറ്റ് വൺ. നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കണം. സോ ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി.